ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ തേങ്ങ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ടൊരു ഇതെല്ലാവർക്കും അറിയായിരിക്കാം. എന്നാലും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെ തേങ്ങ ചട്നി ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഇന്നിവിടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ നാളികേരം ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവാളയാണ്. ഒരു ചെറിയ കഷ്ണം സവാള മാത്രം മതി. പിന്നെ വേണ്ടത് ഒരു 3 പച്ചമുളക് ചെറിയ പീസുകളാക്കിയത്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി വേണം. പിന്നെ ഒരു ചെറിയ പീസ് വാളംപുളി വേണം. അപ്പോൾ വാളംപുളി ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് പുളി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വാളംപുളി ചേർത്ത് കൊടുത്താൽ മതി. അല്ല, ചേർക്കയിലും ഒരു ചെറിയൊരു പീസ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് പൊട്ടുകടലയാണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി വരുമ്പോൾ ചട്നിക്ക് നല്ല ടേസ്റ്റ് ആവും. പിന്നെ ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കുറേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നാളികേരം ശരിക്കും അരഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് കട്ടിയിലാക്കണമെങ്കിൽ അത്രയും വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നല്ല ലൂസായി കിട്ടണമെങ്കിൽ അത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി അരഞ്ഞ് നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കട്ടിയിലാണ് ഞാൻ ചട്നി എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ നല്ല ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതിയാകും. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് കടുക് വറുത്തിടാം. കടുക് വറുത്തിടാനായി ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ആയിരിക്കും ചട്നിക്ക് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉഴുന്നുപരിപ്പിൻ്റെ ഒരു മണം ചട്നിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കാം. മുളകും ഉഴുന്നുപരിപ്പൊക്കെ ഇടുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി മുളകൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ നമുക്ക് ചട്നിയിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ചട്നിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റായിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തേങ്ങ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, അതിൽ ഓൾ പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.